നേപ്പാളിൽ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചു. സമൂഹമാധ്യമങ്ങളെ നിരോധിച്ചതിന് പിന്നാലെ നേപ്പാളിൽ ആരംഭിച്ച പ്രക്ഷോഭമാണ് പ്രധാനമന്ത്രിയുടെ രാജിയിലേക്ക് നയിച്ചത്. സമൂഹമാധ്യമങ്ങളുടെ വിലക്ക് പിൻവലിച്ചെങ്കിലും പ്രക്ഷോഭം രണ്ടാം ദിവസവും മാറ്റമില്ലാതെ തുടർന്നു. ഇതോടെയാണ് പ്രധാനമന്ത്രി രാജിവെച്ചത്. പ്രക്ഷോഭകാരികൾക്കൊപ്പം സൈന്യവും പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. രണ്ടാം ദിവസവും പ്രക്ഷോഭം അതിശക്തമായി തന്നെ തുടർന്നു. പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലിൻ്റെയും പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലിയുടെയും ചില മന്ത്രിമാരുടെയും സ്വകാര്യ വസതികൾക്ക് പ്രക്ഷോഭകാരികൾ തീയിട്ടു. തലസ്ഥാനമായ കാഠ്മണ്ഡു ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം നിലച്ചു. മുൻ പ്രധാനമന്ത്രി പുഷ്പകമാൽ പ്രചണ്ഡയുടെ വീട് പ്രക്ഷോഭകാരികൾ തകർത്തു. ചില മന്ത്രിമാരുടെയും നിരവധി നേതാക്കളുടെയും വീടുകളും തകർത്തു. കലാപം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം. കലാപത്തിൽ കഴിഞ്ഞ ദിവസം 19 പേർ കൊല്ലപ്പെടുകയും 300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ്, യൂട്യൂബ് എന്നിവയടക്കം 26 സമൂഹ മാധ്യമ സൈറ്റുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച സർക്കാർ നിരോധിച്ചതോടെയാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. IT വാർത്താവിനിമയ മന്ത്രാലയത്തിൽ സൈറ്റുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥ പാലിക്കാതെ വന്നതോടെയാണ് സർക്കാർ നടപടിയെടുത്തത്. ടിക്ടോക്ക് ഉൾപ്പെടെ ചില സമൂഹ മാധ്യമങ്ങൾ രജിസ്ട്രേഷൻ എടുത്തു പ്രവർത്തിക്കുന്നുണ്ട്. വ്യാജവാർത്തകളും വിദ്വേഷ പ്രചരണങ്ങളും തടയാനുള്ള നടപടികളുടെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളെ ചട്ടവിധേയമാക്കാനാണ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയതെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. എന്നാൽ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാനും സെൻസർഷിപ്പ് ഏർപ്പെടുത്താനുമുള്ള നീക്കമാണെന്ന് വിമർശിച്ചാണ് യുവജനങ്ങൾ തെരുവിലിറങ്ങിയത്. നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജെൻസി, അതായത് ജനറേഷൻ സെറ്റ് ബാനറുമായി പാർലമെൻറ്റ് മന്ദിരത്തിന് മുന്നിൽ ചെറുപ്പക്കാർ സർക്കാർ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു. ഡിജിറ്റൽ സ്വാതന്ത്ര്യത്തിനും അഴിമതിക്കുമെതിരെ നേപ്പാളിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൻ്റെ മുഖമായി മാറുകയാണ് 36-കാരനായ സാമൂഹ്യ പ്രവർത്തകൻ സുദൻ ഗുരുങ്. ഹാമി നേപ്പാൾ എന്ന സന്നദ്ധ സംഘടനയുടെ പ്രസിഡന്റാണ് ഇദ്ദേഹം. സ്കൂൾ യൂണിഫോം ധരിച്ചും പുസ്തകങ്ങൾ കയ്യിലേന്തിയും പ്രതിഷേധ പ്രകടനത്തിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് അണിനിരന്നത്. എന്നാൽ പിന്നീട് പ്രതിഷേധം സംഘർഷത്തിന് വഴിമാറി. ആരാണ് ഗുരുങ്? നേരത്തെ ഈവൻറ്റ് ഓർഗനൈസറായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ഗുരുങ്. 2015-ലുണ്ടായ ഭൂകമ്പത്തിൽ അദ്ദേഹത്തിന് തൻ്റെ കുഞ്ഞിനെ നഷ്ടമായി. തുടർന്നാണ് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായത്. വ്യക്തിജീവിതത്തിലുണ്ടായ വലിയൊരു നഷ്ടം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും യുവജനങ്ങളുടെ കാര്യത്തിലും പ്രവർത്തിക്കാൻ ഗുരുങ്ങിന് പ്രചോദനമായി. കുറച്ചുനാളായി നിരവധി പ്രചാരണങ്ങൾക്ക് ഗുരുങ് നേതൃത്വം നൽകുന്നുണ്ട്.